ഹലോ ഫ്രണ്ട്സ്, പൂക്കാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ഹെയർ കെയറിൻ്റെ ആദ്യം മുടി ഏത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ പോവാണ്. മുടി സംരക്ഷണത്തിനെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പം നിങ്ങൾക്ക് മുടി ഏതാണെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കിയല്ലോ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ മുടി സംരക്ഷണത്തിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ പുറത്താണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ എന്നെ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടിയുടെയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുമേ. അപ്പോൾ ഇവിടെ ഇച്ചിരി ശബ്ദം ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. എങ്കിലും ഈ ചെടിയുടെയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടോ? എനിക്കിപ്പോൾ കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടിയാലല്ലേ എനിക്ക് നിങ്ങൾക്കും കുറച്ച് പോസിറ്റീവ് എനർജി തരാൻ പറ്റത്തുള്ളൂ. അപ്പം മുടി സംരക്ഷണത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം ഒരു ടിപ്പും കൂടി പറയാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ പല്ല് തേക്കുന്ന പേസ്റ്റില്ലേ, നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റിന് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഞാൻ പറയുന്ന കാര്യം എന്നും ചെയ്യാനുള്ള കാര്യമല്ല കേട്ടോ. കാരണം നമ്മളുടെ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് തോന്നുക നമ്മുടെ മുഖം മങ്ങിയിരിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ പല്ല് തേക്കുന്ന വെള്ള കളറിലെ പേസ്റ്റ് ആണെങ്കിൽ ആ വെള്ള കളറിലെ പേസ്റ്റ് എടുത്ത് നമ്മളുടെ മുഖം പെട്ടെന്നൊന്ന് മുഴുവനൊന്ന് തേച്ചിട്ട് അപ്പം തന്നെ ഒരു 2 സെക്കൻഡിന് ശേഷം തന്നെ അത് മുഖം മുഴുവൻ നമ്മൾ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനൊരു നല്ല ഗ്ലോ കിട്ടും, ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിന് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്നും ചെയ്യാനില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇന്ന് പോകുമ്പോൾ ഇച്ചിരി നല്ല ഗ്ലോ ഒക്കെ കിട്ടണമെന്ന് തോന്നുവാണെങ്കിൽ ആ കാര്യം ചെയ്യാം. ഒരുപാട് ഇൻട്രഡക്ഷൻ പറഞ്ഞ് വീണ്ടും ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. മുടി സംരക്ഷണം എന്ന് പറയുന്നത് പുരുഷന്മാരിലെന്ന പോലെ തന്നെ സ്ത്രീകളിലും 2 കൂട്ടർക്കും ഒരുപോലെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു പുരുഷന്മാർക്കാണ് കുറച്ചും കൂടി മുടി കൊഴിച്ചിൽ അഥവാ മുടി നര ഒക്കെ പെട്ടെന്നുണ്ടാകുന്നത്. സ്ത്രീകൾക്ക് മുടി കൊഴിയും, എങ്കിലും ക്രമേണ പുരുഷന്മാരുമായിട്ട് താരതമ്യേന വളരെ കുറവാണ്. എങ്കിലും നമ്മൾ ചെയ്യേണ്ട മുടി കൊഴിഞ്ഞു പോയ മുടി വീണ്ടും അതുപോലെ തന്നെ ഗ്രോത്ത് ആകുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നമ്മളുടെ ഉള്ള മുടി നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഏതെണ്ണയാണ് തേക്കുന്നത്, ബെൻസി ഏതെണ്ണയാണ് തേക്കുന്നതെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അതിൽ നമ്മൾ സിമ്പിളായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, പല ബ്രാൻഡിലെ പല എണ്ണകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഓരോ എണ്ണ ഇറക്കുന്നവരും വാദിക്കുന്നത് അവരുടെ എണ്ണയാണ് ഏറ്റവും നല്ലതെന്നാണ്. പക്ഷേ ഏറ്റവും നല്ലത് നമ്മളുടെ തേങ്ങ നമ്മൾ തന്നെ ആട്ടിയ നമ്മളുടെ വെളിച്ചെണ്ണയില്ലേ, ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ കുരുമുളകും തുളസിയിലയും കയ്യോന്നിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇട്ട് നമ്മൾ തന്നെ മുറുക്കിയെടുക്കുന്ന എണ്ണയാണ് ഏറ്റവും നല്ലത്. പക്ഷേങ്കിൽ നമുക്ക് പല സമയവും നമുക്ക് അങ്ങനെ മുറുക്കാനൊക്കെ സമയം ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നും ജോലിക്ക് പോകുന്നവരാകും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം വീട്ടിൽ തേങ്ങ ഉണ്ടാവത്തില്ല ആട്ടാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റിലുള്ള ഏതെങ്കിലും വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് മുറുക്കി ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ പരത്തുന്നതിനും കുഴപ്പമൊന്നുമില്ല. എങ്കിലും ബാക്കി നമ്മളുടെ പല പല ബ്രാൻഡ്സിൽ പേരിൽ വരുന്ന എണ്ണകളില്ലേ, അത് കഴിവതും ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഒരു എണ്ണ ഉപയോഗിച്ചു, അതിന് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ എണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ എണ്ണ കയ്യിലെടുത്ത് തലയോട്ടിയിൽ തേച്ചതിന് ശേഷം നമ്മളുടെ ഈ എണ്ണ നമ്മളുടെ ഈ വിരലിൻ്റെ ടിപ്പില്ലേ അഥവാ അറ്റം, നഖമല്ല, നമ്മളുടെ ഈ വിരലിൻ്റെ അറ്റം കൊണ്ട് വേണം നമ്മൾ നമ്മളുടെ തലയോട്ടി നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ തലയോട്ടിയില്ലേ അവിടെ നല്ല പോലെ ബ്ലഡ് സർക്കുലേഷൻ, രക്തയോട്ടം നന്നായിട്ടുണ്ടാകും. അതുവഴി നമുക്ക് മുടിക്ക് ഗ്രോത്ത് ഉണ്ടാകാനും നമ്മളുടെ ഉള്ള മുടി നന്നായിട്ട് ബലപ്പെടുത്താനും ഒക്കെ അത് സഹായിക്കും. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ എണ്ണ പുരട്ടിയതിന് ശേഷം രണ്ടാമത്തെ കാര്യം നമ്മൾ എന്തായാലും തല കഴുകുക എന്നുള്ളതാണല്ലോ. അപ്പോൾ കഴുകുമ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ കൂടുതലും ആൾക്കാർക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കും, കുറച്ച് മുടിയുള്ളവരല്ലേ. അപ്പം എല്ലാ ദിവസവും നിങ്ങൾ മുടി കഴുകുന്നത് വളരെ അനിവാര്യമാണ്, ഒരു കുഴപ്പമില്ല, എന്നും കഴുകുന്നത് വളരെ നല്ലതായിരിക്കും. അതേ സ്ഥാനത്ത് സ്ത്രീകളുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് അഥവാ ഒന്നിടവിട്ട ദിവസങ്ങൾ, അതായത് ഇന്ന് വാഷ് ചെയ്തിട്ട് നാളെ വാഷ് ചെയ്യാതെ നാളെ കഴിഞ്ഞ് തല കഴുകുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ മുടിയൊക്കെ ഇത്രയും ലെങ്ത്തുള്ള മുടിയാണ്. അപ്പം ലെങ്ത്തുള്ള മുടി ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമുക്ക് വൈകുന്നേരം കഴുകി ഒരിക്കലും നമ്മുടെ മുടി ഉണങ്ങില്ല.
പിന്നെ നമ്മളിപ്പോൾ രാവിലെ കഴുകിയാലെന്ന് തന്നെ ഇരിക്കട്ടെ, ഇപ്പം ഞാനൊരു 8 മണിയാകുമ്പോൾ രാവിലെ എൻ്റെ തല നനച്ചെന്നിരിക്കട്ടെ, പിറ്റേ ദിവസം രാവിലെ 8 മണിയാകുമ്പോഴും എൻ്റെ മുടിക്ക് കുറച്ച് നനവുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അപ്പം പിറ്റേ ദിവസം ആ സമയത്ത് 8 മണിക്ക് വീണ്ടും കഴുകുമ്പോൾ എൻ്റെ മുടി ഓൾറെഡി നനവിലിരിക്കുകയായിരിക്കും. ആ നനഞ്ഞ മുടി നമ്മൾ വീണ്ടും കഴുകുമ്പോൾ അത് മുടിക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സ്, ഒന്നിടവിട്ട ദിവസങ്ങളിൽ സ്ത്രീകൾ മുടി കഴുകുന്നതാണ് നല്ലത്. പിന്നെ പുരുഷന്മാരാണെങ്കിലും പറയാറുണ്ട്, ഇപ്പം ഗൾഫിലൊക്കെ ഉള്ളവരുണ്ടല്ലോ, അപ്പോൾ ഈ ഗൾഫിലൊക്കെ ഉള്ളവർ പറയാറുണ്ട് മുടി വെള്ളം വളരെ മോശമാണ്, എല്ലാ ദിവസവും മുടി കഴുകാവോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തന്നെ മുടി കഴുകുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് മുടി കൊഴിച്ചിലിൽ നിന്നൊക്കെ അത് കുറേ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി അവിടുത്തെ വെള്ളം കണ്ടിട്ട് നമുക്ക് അത്ര നല്ലതല്ല, ആ വെള്ളം മോശമാണെന്ന് തല കഴുകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴുകാതിരിക്കുക തന്നെയാണ് നല്ലത്. നമ്മൾ ഒരു റിസ്ക് എടുക്കുന്നത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കാണിക്കണം. ചിലരാണെങ്കിൽ അങ്ങനെ ഒന്നും നോക്കില്ല, ഏത് വെള്ളമാണെങ്കിലും ഞാൻ തലമുടി കഴുകും, പക്ഷേ എൻ്റെ മുടി പോകരുത്, എൻ്റെ മുടി എപ്പടി കൊഴിയാന്നപ്പോൾ പറയും. നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ സൂക്ഷിച്ചാലേ നമ്മളുടെ മുടി കുറച്ചൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്യുക പുരുഷന്മാരാണെങ്കിൽ. അതുപോലെ തന്നെ ക്ലോറിൻ വെള്ളമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നവരൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ വെള്ളം ഭയങ്കര ക്ലോറിൻ വെള്ളമാണ് ചേച്ചി, എന്നാ ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ നമ്മൾ വെള്ളം രാവിലെ ബക്കറ്റിൻ്റെ അകത്ത് പിടിച്ചു വെക്കുക. അതിന് ശേഷം വൈകുന്നേരം വന്ന് ആ വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് തല കഴുകാം. അല്ലെങ്കിൽ രാവിലെ പിടിച്ചു വെക്കുന്ന ആ വെള്ളം തന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്ത് കഴുകുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ കുറേ ക്ലോറിൻ കണ്ടൻറ്റ് പോകും എന്നുള്ളതാണ് നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറേയൊക്കെ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മുടി കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മുടി കഴുകുമ്പം സ്ത്രീകളാണെങ്കിൽ താഴേന്ന് കഴുകി വന്ന് മുകളിലേക്ക് കഴുകുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ വേറെ പറയാം കേട്ടോ. അപ്പം മുടി കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു വളരെയധികം ആളുകൾ ഷാമ്പൂ മാത്രം യൂസ് ചെയ്ത് തലമുടി കഴുകുന്നവരുണ്ട്. അപ്പം ഷാമ്പൂ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഷാമ്പൂവിന് ശേഷം കണ്ടീഷണർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ആ സാധനം കൂടി ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഈ ഷാമ്പൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുടി ക്ലെൻസ് ചെയ്യുക, അതായത് കഴുകി വൃത്തിയാക്കുക. നമ്മളുടെ ചർമ്മം മാതിരി തന്നെ ഇപ്പം നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മം അങ്ങ് വരളുമല്ലോ, അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് മുഴുവൻ, അതായത് അതിൻ്റെ ജലാംശം മുഴുവൻ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക. അപ്പോൾ അതിനുശേഷം അതിനൊരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടി നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ മാതിരി തന്നെ നമ്മളുടെ മുടി നമ്മൾ ഷാമ്പൂ ഇട്ട് കഴുകുമ്പോൾ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് മുഴുവൻ പോവുക. അപ്പം ഷാമ്പൂ ചെയ്തതിന് ശേഷം ഈ കണ്ടീഷണർ എന്ന് പറയുന്ന സാധനം നമ്മുടെ മുടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. കണ്ടീഷണറോട് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ മുടിക്ക് നല്ലൊരു മോയ്സ്ചർ കണ്ടൻറ്റ് കിട്ടുന്നത്. അതിനുശേഷം ഈ കണ്ടീഷണർ ഇട്ടതിന് ശേഷം നമ്മളത് കഴുകി കളഞ്ഞതിന് ശേഷം വേണം നമ്മളുടെ മുടി ഉണക്കാൻ. അപ്പം നമ്മളുടെ മുടി ഉണക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നാച്ചുറലായിട്ട് നമ്മുടെ മുടി ഉണങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. ബ്ലോ ഡ്രൈ ചെയ്യുകയും ഡ്രയർ ഉപയോഗിച്ച് ചെയ്യുന്ന അത്ര നല്ലതല്ല. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യുന്നതിന് തെറ്റില്ല. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് മുടി രാത്രിയിൽ നമ്മളെങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. രാത്രിയിലെ വളരെ ചെറിയൊരു കാര്യമാണ് കേട്ടോ. പുരുഷന്മാരെ സംബന്ധിച്ച് മുടി ചെറുതായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, തലമുടി ചീവിയിട്ട് കിടക്കുക എന്നുള്ളതേ ഉള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ ഈ കെമിക്കലി ട്രീറ്റഡ്, അതായത് സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുടി നല്ലപോലെ ചീവി മുടിയിലെ ചെട അഥവാ ടാങ്കിൾസ് എല്ലാം കളഞ്ഞ് നമ്മൾ മുടി നന്നായിട്ട് പിന്നി കെട്ടി ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ മുടി നഷ്ടപ്പെടാതെ ചെട പിടിക്കാതെ ഒക്കെ നമ്മളെ സഹായിക്കും. അതേ സ്ഥാനം നമുക്ക് നമ്മുടെ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം, ചെടയൊന്നും പിടിക്കുകയും ചെയ്യില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ മുടിയുടെ അറ്റം മുതൽ ചീകി മേൾ വരെ ചീവുക. അപ്പോൾ അതിൻ്റെ അകത്തെ ചെട ടാങ്കിൾസ് എല്ലാം പോവും. എന്നിട്ട് നമ്മൾ മുടി കെട്ടി വെച്ചിട്ട് കിടക്കുക കേട്ടോ. കെട്ടിവെക്കാതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മുടി ഒരുപാട് നഷ്ടപ്പെടും. മുടി തമ്മിൽ ചേർന്ന് ടാങ്കിൾസും ചെടയൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ തലമുടി സംരക്ഷിക്കുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഷോർട്ടായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം കേട്ടോ. അതായത് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എണ്ണ പല ബ്രാൻഡുകളിൽ ഉള്ള എണ്ണകളുണ്ട്, അത് വാങ്ങാതെ നമ്മൾ സ്വന്തമായിട്ട് മുറുക്കുന്ന എണ്ണ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, തലമുടി നനയ്ക്കുക. പുരുഷന്മാരെ സംബന്ധിച്ച് എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ വെള്ളം മോശമാണെങ്കിൽ ഓരോ ദിവസം ഇടവിട്ട് മുടി കഴുകുന്നതായിരിക്കും നല്ലത്. മൂന്നാമത്തെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടീഷണർ ഉപയോഗിക്കുക. അത് രണ്ടും ഉപയോഗിച്ചാൽ മാത്രമേ നമ്മളുടെ മുടി നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടിരിക്കത്തുള്ളൂ.
നാലാമത്തെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുടി നമ്മൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ മുടിയൊക്കെ ചീവി നന്നായിട്ട് കെട്ടി വെച്ചിട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് മുടി ഒരുപാട് നഷ്ടപ്പെടാതെ നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുള്ളായി, നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരു 10 പേർക്ക് ഷെയർ ചെയ്യണേ. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൻ്റെ പേര് പൂക്കാരി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കൊച്ചു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇട്ട ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ആൾ.